ഞാൻ വീഡിയോ എടുത്തോണ്ട് വന്നപ്പോ ഒരാൾക്ക് ഹായ് പറയണോ? ഹായ് പിന്നെ ക്രാഷ് ആയ ഒരു നിസാൻ GTR അവൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണത്. ലോട്ടസ് കോട്ട്. ഇതിന്റെ എക്സോസ്റ്റ് നൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും പറഞ്ഞാൽ ഇതിന്റെ എക്സോസ്റ്റ്. അങ്ങനെ ഫൈനലി ഹോട്ട് വീൽസിലോട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. ഹോട്ട് വീൽസ് ഇംഗ്ലീഷ് മൂവീസിൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മോഡൽ. ഇവിടെ ഒന്നും പിന്നെ കാണാൻ പറ്റില്ലല്ലോ. ഇത് ട്രാൻസ്ഫോമേഴ്സ് എഡിഷൻ ബംബിൾബി ആണ്. ഇത് നൈസാണ്. ഇത് ഞാനന്ന് എടുക്കാൻ പോയ സമയത്തെ. പിന്നെ വരുന്നത് ഗോർഡൻ മുറെ ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഗൈസ്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെ ഒരുത്തൻ വീല് കളഞ്ഞതാണ്, ഓട്ടിച്ച് കളിച്ചാണ് ഒരു പയ്യൻ. ഏറ്റവും ആദ്യം വന്ന കാറ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ സിസ്റ്റർ കുറച്ച് ദിവസം മുമ്പ് ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചു തന്നു ഗിഫ്റ്റ്. പ്രോപ്പർ ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല, ബട്ട് കാണാൻ ഏകദേശം അതേപോലെ. ഷേപ്പ് എന്നൊക്കെ പറഞ്ഞ അപ്പോര ഷേപ്പ്, റയറാണ്, കാണാനേ ഇല്ല. ഇത് നൈസാണ് ഗൈസ് ഈ കാർ. പിന്നെ വരുന്നത് ഗോർഡൻ മുറെ ഓട്ടോമോട്ടീവ് ഹാക്കോ ടൈപ്പ് ഡി എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് എന്തോ ഭയങ്കര സ്പെഷ്യലാണ് ഈ വണ്ടി കാണാൻ, ഭയങ്കര ഷേപ്പാണ്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ടൈം പോയപ്പോൾ കിട്ടിയില്ല, ബട്ട് സെക്കൻഡ് ടൈം പോയപ്പം എനിക്ക് കിട്ടി. ഞാൻ അപ്പം തന്നെ തൂക്കിയത്. ഫണ്ണടിച്ചോണ്ടിരിക്കുകയാണ്. പോട്ടോ, ഞാൻ നമസ്കാരം മിത്രങ്ങളെ, വെൽക്കം ബാക്ക് ടു മൈ കുഞ്ഞു വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചെറിയ ലളിതമായ കുറച്ച് മാത്രമുള്ള ഒരു കുഞ്ഞ് കാർ കളക്ഷൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവയാണ് ഇവ. ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഞാൻ ഫ്യൂച്ചറിൽ അത് എനിക്ക് വലുതാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ അവ ഓരോന്നായിട്ട് നിങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നു. പോവാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് എനിക്കിപ്പോൾ മെയിൻലി എനിക്കിപ്പോൾ തോട്ട് വരാൻ കാരണം അത് നമ്മളിപ്പോൾ ഈ കാസ് ഇങ്ങനെ അടുക്കി വെച്ചിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാൻ മീൻസ് ഇടയ്ക്കിടയ്ക്ക് പൊടി അടിക്കും അതിൽ. അപ്പം ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ ഞാനതൊന്ന് എല്ലാം എടുത്ത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾക്കും വേണ്ടി ഞാൻ കാണിച്ചു തരുന്നു, അല്ല നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരുന്നു. അതാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് ആദ്യം വലുതിൽ നിന്ന് ചെറുതിലോട്ട് വരാം. ഓക്കെ, അപ്പം ഓരോന്നായിട്ട് കാണിക്കാം. വലുതിലോട്ട് പോകുന്നതിന് മുന്നേ ഈ കാസിൽ എൻ്റെ ഫസ്റ്റ് വന്ന കാറ്, ഏറ്റവും ആദ്യം വന്ന കാറ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അതിതാണ്. ഇതൊരു ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതെനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്ന ചേട്ടനാണ്. ഇതിൽ നിന്നാണ് എൻ്റെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ കാറിന് ഇതിൽ EA സ്പോർട്സിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നല്ല രസമാണ് കാണാൻ കാർ. ഇതാണ് എൻ്റെ ആദ്യത്തെ കാർ. ക്ലീനിങ് പ്രോസസ്സ് അവസാനമാവാം ഗൈസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് കാണിച്ച് ക്ലീൻ ചെയ്താൽ അത് ലേഗായിരിക്കും, അല്ലെങ്കിൽ ലേഗാണ്. നിങ്ങൾ കാണുന്നത് നിങ്ങളും കൂടെ ലേഗായിപ്പോൾ. ക്ലോത്തൊക്കെ ഇവിടെ സെറ്റാണ്. നമുക്ക് അത് അവസാനം എല്ലാം ഒരു ടൈം ലാപ്സിൽ കാണിക്കാം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഞാനിവിടെ പ്രദർശിപ്പിക്കാം. മീൻസ് ഞാൻ കാര്യത്തിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഫസ്റ്റ് കാർ. അപ്പോൾ കുഞ്ഞു കാർ. ഓക്കെ, അടുത്ത കാർ. ഇനി വലുതിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു വലുത് ഈ അധികമില്ല, ഒരു 3-4 കുറച്ചേ ഉള്ളൂ. പക്ഷെ വലുതിൽ നിന്ന് നമുക്ക് ഇനി സ്പെഷ്യലായിട്ട് ഒരെണ്ണം പറയാനാണെങ്കിൽ ഇതാണ്. വലുതിൽ എൻ്റെ ഉള്ള ഏറ്റവും സ്പെഷ്യൽ ഇതാണ്, മിനി കൂപ്പർ എസ് കൺട്രിമാൻ. ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇതെൻ്റെ ഫ്രണ്ട് ടോം വൈത്താറുള്ള പേര്, അവൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണത്. ഇതെൻ്റെ കളക്ഷനിൽ ആദ്യം ഞാൻ കാണിച്ച കുഞ്ഞു കാറിന് ശേഷം എൻ്റെ വരുന്ന കാർ ഇതാണ്. ഇതിന് സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇതെനിക്ക് അവൻ ഗിഫ്റ്റ് ചെയ്യാൻ കാരണം എൻ്റെ ഡ്രീം കാർ എന്ന് പറയുന്നത് മിനി കൂപ്പറാണ്. മിനി കൂപ്പർ നോർമൽ റൗണ്ട് ഹെഡ് ലൈറ്റ് വരുന്ന ക്യൂട്ട് കാറിൽ, അതാണ് എൻ്റെ ഫേവററ്റ് ഡ്രീം കാർ. കുഞ്ഞിലെ മുതൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇത്
സംഭവം എന്ന് പറയുന്നത് അവൻ ആക്ച്വലി ഓർഡർ ചെയ്തത് മിനി കൂപ്പർ നോർമൽ കാർ തന്നെ, കൺട്രിമാൻ അല്ലായിരുന്നു. അത് ഫ്ലിപ്കാർട്ടിൽ നിന്നോണോ വാങ്ങിച്ചത്. അത് ഞാൻ ഫോട്ടോ കണ്ടായിരുന്നു. അതിൽ ഇതായിരുന്നു, നോർമൽ മിനി കൂപ്പർ ആയിരുന്നു. വന്നപ്പോൾ ഇത് കൺട്രിമാനായി. പക്ഷെ എന്നാലും ഇത് എനിക്ക് സ്പെഷ്യലാണ് ഗൈസ്. ഇതിൽ പനോരമ സൺറൂഫ് കാണാൻ പറ്റും. പിന്നെ ഇത് ഡോർ 2 ഓപ്പൺ ആണ്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ ബോണറ്റും ഓപ്പൺ ചെയ്യാൻ പറ്റും. വിൻഹുഡ് നോ നൈസ്. അത് ഡീറ്റെയിലിംഗ് ഒക്കെ നൈസാണ് ഗൈസ്. ഇതിൻ്റെ ഇതെനിക്ക് സ്പെഷ്യലാണ്. ഇത് ഞാൻ ഇടയ്ക്ക് ഈ സ്റ്റാൻഡേർഡും മീൻസ് ഇതുണ്ടല്ലോ, ഇതിങ്ങനെ ഊരിയിട്ട് ഇടയ്ക്ക് ഓടിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഊരും ഇടയ്ക്ക് വയ്ക്കും. ഇതിങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്, ഇങ്ങനെ തോന്നി. പിന്നെ ഇവിടെ അപ്പോൾ നമുക്ക് അടുത്ത കാർ കാണാം. അടുത്തത് ഒരു റേഞ്ച് റോവറാണ് ഗൈസ്. ഇത് ഒരു മെറ്റലല്ല, പ്ലാസ്റ്റിക് ആണ്. ബട്ട് ഇതൊരു ക്രാഷിൽ പെട്ട് ഇതിൻ്റെ ഒരു വീല് പോയിരിക്കുന്നു ഗൈസ്. ഇത് ഒരുത്തൻ വീല് കളഞ്ഞതാണ്, ഓട്ടിച്ച് കളിച്ചാണ് ഒരു പയ്യൻ. അതും എൻ്റെ ഫ്രണ്ട് തന്നെ, അപ്പൂസ് എന്ന് പറയും. ആ പയ്യൻ മണ്ണിൽ കൂടെ ഓടിച്ച് കളിച്ചാണ് സ്പീഡിൽ. വച്ചിട്ടുണ്ടോ നിനക്ക് ഞാൻ വേണ്ട വീൽ അന്നേ പോയി. ഞാൻ പക്ഷേ ഇത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഇളകി. പിന്നെ വരുന്നത് ഒരു ലംബോർഗിനിയാണ് ഗൈസ്. ഇതും മെറ്റലല്ല, പ്ലാസ്റ്റിക് ആണ്. നല്ല ഷേപ്പ് ഉണ്ട്. പിന്നെ ക്രാഷ് ആയ ഒരു നിസാൻ GTR. ഇതെനിക്ക് കിട്ടിയപ്പോഴേ ഇങ്ങനെ ക്രാഷ് ആയിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ക്രാഷ്ഡ് ആയിട്ടൊരു കാറായിട്ട് സൂക്ഷിക്കുകയാണ്. ഡോറൊന്നുമില്ല, ഡോറില്ല, ഹുഡില്ല, എല്ലാം പോയി. പിന്നെ വരുന്നത് ഒരു ഫാൻസി ടൈപ്പ് ഒരു നല്ലൊരു കാർ ഷേപ്പിലുള്ള സാധനമാണ്. ബട്ട് ഇത് കാറല്ല, ഇത് വേറെ എന്തോ ടോയ് ഡിവൈസ് ആണ്. ബട്ട് ഇത് കാറല്ല. ഇതിൻ്റെ വീൽസ് ഒന്നും കറങ്ങില്ല. ബട്ട് ഇത് കാണാൻ നല്ല രസമായതുകൊണ്ട് ഞാൻ കളക്ഷനിൽ വെച്ചാണ്. കൊള്ളാം. പിന്നെ മെർസിഡീസ് പഴയ W123. ഇത് കുറേ നാൾ നോക്കി കിടന്ന് വാങ്ങിയതാണ്. ഞാൻ ഒരിക്കൽ പോയപ്പോൾ, ഞാനൊരു ചേട്ടനും കൂടെ പോയപ്പം ഒരു ബ്ലാക്ക് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ തമ്മിൽ അടിയായി. ചേട്ടൻ എടുത്തുകൊണ്ട് പോയി ബ്ലാക്ക്, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അന്ന് ഞാൻ പക്ഷേ ചേട്ടാ അന്ന് മെർസിഡീസ് ബെൻസ് അതെടുത്തപ്പോൾ, ബ്ലാക്ക് എടുത്തപ്പോൾ, 123 ബ്ലാക്ക് എടുത്തപ്പോൾ ഞാൻ ഇതെടുത്തു. ഇത് ലുക്ക് ലൈക്ക് G-Wagon, ബട്ട് പ്രോപ്പർ ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല. ബട്ട് കാണാൻ ഏകദേശം അതേപോലെ ഉണ്ട്. സൺറൂഫ് ഉണ്ട്, ബാക്കിൽ ഇതൊക്കെ നല്ല രസമാണ്. അങ്ങനെ ഞാൻ ഇതെടുത്തു. പിന്നെ ഇത് W123, ഇത് നൈസാണ്. ഇതിന്റെ ഷേപ്പൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഇത് മെർസിഡീസിന്റെ ലോഗോ അല്ല, ബട്ട് ഷേപ്പ്. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ച മെർസിഡീസും G-Wagonന്റെയും ആ സ്കെയിലിൽ വരുന്ന ഒരെണ്ണം കൂടെ ഉള്ളൂ. അതിതാണ്. ഇതും മെർസിഡീസ് GLE ആണ്. നല്ല രസമാണ് കാണാൻ. ഇത് എൻ്റെ സിസ്റ്റർ കുറച്ച് ദിവസം മുമ്പ് ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഗിഫ്റ്റ്. ഇനി വലിയ സ്കെയില് ഇത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ കയ്യിൽ. ഇനി ചെറിയ സ്കെയിലിൽ വരുമ്പം ഹോട്ട് വീൽസിന് മുന്നേ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഹോട്ട് വീൽസ് ആണ് എൻ്റെ മെയിൻ ലൈൻസ്. ഞാനതിൽ ഹോട്ട് വീൽസിലാണ് കളക്ഷനിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം ഹോട്ട് വീൽസ് ആണ്. മാച്ച് ബോക്സും മിനി ജി ടി ഒക്കെ വാങ്ങണമെന്നുണ്ട്. ഇപ്പം മാച്ച് ബോക്സ് കുറച്ചേ ഉള്ളൂ, ഒന്നോ രണ്ടോ എന്തേ ഉള്ളൂ. പക്ഷെ ഇപ്പം എൻ്റെ മെയിനായിട്ട് ഞാൻ മെയിൻ ലൈൻസ് ഹോട്ട് വീൽസ് ആണ് പ്രാധാന്യം കൊടുക്കുന്നത് കളക്ഷനിൽ. ഇപ്പോൾ എൻ്റെ ഹോട്ട് വീൽസ് സൈസിൽ വരുന്നത്, അതായത് ആ സ്കെയിലിൽ വരുന്ന ഹോട്ട് വീൽസ് അല്ലാത്ത കുറച്ച് മോഡൽസ് ഉണ്ട്. അത് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം ഗൈസ്. എന്നാൽ ഇതൊക്കെ മാറ്റിയാലും നിങ്ങൾക്കത് കാണാൻ പറ്റും. കാണിച്ചത് ഇത്രയാണ് ഗൈസ്. അത് ഹോട്ട് വീൽസ് അല്ലാതെ എൻ്റെ ആ സ്കെയിലുള്ള കുറച്ച് കാസ്. ഇത് വന്നിട്ട് ഒരു ലംബോർഗിനിയുടെ, അതേ അത്ര ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, ബട്ട് ലംബോർഗിനി ഏകദേശം ലംബോർഗിനെ പോലെ ഇരിക്കുന്ന ഒരു കാർ. പിന്നെ ഒരു
ബുഗാട്ടിയുടെ ഫ്രണ്ട് പോലെയൊക്കെ വരുന്ന ഒരു കാർ. ഇതും ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, ബട്ട് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് മുമ്പ് വാങ്ങിയതാണ്. ഇതാണ് കഴിച്ചത്. പിന്നെ എഗെയിൻ ഒരു മിനി കൂപ്പർ കൺട്രിമാൻ. ഇത് ചെറിയ സ്കെയിലാണ്. ഇതെനിക്ക് പണ്ടൊരാൾ വാങ്ങി തന്നതല്ല, എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അയാൾ വാങ്ങി വെച്ചാണ്. എന്നിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അയാളുടെ വീട്ടിൽ വെച്ചിരുന്നു. ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഈ വീഡിയോ അയാൾ കാണുന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാവും ഇത് ആരുടെ കാറാണെന്ന്. യെല്ലോ കളർ മിനി കൂപ്പർ കൺട്രിമാൻ. പിന്നെ വരുന്നത് പോർഷെ 911 ടർബോ. പഴയ പോർഷെ 911 ടർബോ. ഇത് ആക്ച്വലി അത്ര ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, ബട്ട് രസമുണ്ട്. കാരണം ആ ബാക്ക് സ്പോയിലറൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇതെൻ്റെ കയ്യിൽ വേറെ പോർഷെ ഇല്ല ഗൈസ്. എനിക്കൊരു GT3 RS ഏത് സ്കെയിലായാലും അത് എടുക്കണമെന്നുണ്ട്. ഇവിടെയാണ് ഗൈസ്. അത് എന്താ പറയുക, ഡ്രീം കാർ എന്നൊക്കെ പറയാം. അങ്ങനെ പറയാം. ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് GT3 RS. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പോർഷെ എനിക്ക് ഹോട്ട് വീൽസ് പോലും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി വന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവനായി കാർ കണ്ടിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എടുത്താണ് ഗൈസ് ഈ കാർ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. പക്ഷേ ഹെഡ്ലൈറ്റ് ഒന്നും അങ്ങനെ വിസിബിൾ അല്ല, റൗണ്ടൊന്നും കാണാൻ പറ്റില്ല. ബട്ട് ഷേപ്പ് ചെയ്ത് അവർ മാക്സിമം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാർ, ബട്ട് മെറ്റലാണ്. എൻ്റെ തൊണ്ടയൊക്കെ അടിച്ചു പോയി ഗൈസ്. അതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുന്നത്. പിന്നെ വരുന്നത് ഒരു ചെറിയ ട്രക്ക് മോഡലാണ്. ഈ ടൈപ്പ് എൻ്റെ അധികം ഇല്ല, അതാണ് ഞാൻ ഇത് ഞാൻ വാങ്ങിയത്. ഹോട്ട് വീൽസിലുണ്ട്, ബട്ട് അതിനുശേഷം എനിക്കിത് കിട്ടിയതാണ്. ഇതധികം ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, ബട്ട് ഇത് കൊള്ളാം. അതിൻ്റെ വീലൊക്കെ നൈസാണ് ഗൈസ്. വീലൊക്കെ നല്ല കളറാണ്. പിന്നെ വരുന്നത് പഴയ നമ്മുടെ ഡോഡ്ജിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളൊരു കാർ. ഇത് മെറ്റൽ കാറാണ്. ഇതിൽ സൈഡിൽ ഡൈകാസ്റ്റ് എന്ന് മാത്രമേ എഴുതിയില്ല. ഡൈകാസ്റ്റ് എന്തോ ഷ്മോൺ വിൻഡ്രോ അങ്ങനെ എന്തോ ടൈപ്പ് ആയിരുന്നു. ബട്ട് നല്ല ഷേപ്പാണ് ഗൈസ് ഈ കാർ. നല്ല ഷേപ്പാണ്. പിന്നെ വരുന്നത് പഴയ ജീപ്പ് റാംഗ്ലറാണ് ഗൈസ്. ടോപ്പൊന്നുമില്ല, ബാക്ക് സ്റ്റെപ്പിന് വീലൊന്നുമില്ല. ഇത് മെറ്റലാണ്. അപ്പോൾ മെയിൻ ലൈൻസിന് മുന്നേ ഉള്ള ഹോട്ട് വീൽ സ്കെയിലുള്ള കാസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനിയാണ് എൻ്റെ മെയിൻ ലൈൻസ് വരുന്നത്. ഹോട്ട് വീൽസിന് മുന്നേ കുറച്ച് കാസും കൂടെ ഉണ്ട് ഗൈസ്. അതും കാർസാണ്. ഇത് വന്നിട്ട് മാച്ച് ബോക്സിൻ്റെ ഒരു കാറാണ്. ബട്ട് ഇതിൻ്റെ സ്ക്രൂ പോയപ്പോൾ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇത് സെപ്പറേറ്റായിട്ട് ഊരി വന്നു. അപ്പം ഇതിൻ്റെ അടിയിലുള്ള സ്ക്രൂ എവിടെയും മിസ്സായിപ്പോയി. അപ്പം എനിക്കത് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്തതാണ് ഗൈസ്. ഇത് നമ്മുടെ ഒരു ബ്രോ ഉണ്ട്, കിച്ചു ബ്രോ പെയിൻറ്ററാണ്. അപ്പോൾ കിച്ചുവേണ്ണ കൊണ്ട് പെയിൻറ്റ് ചെയ്യിപ്പിച്ചാണ്. ചിലവരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഭ്രാന്താണെന്ന്. ബട്ട് ഇതൊക്കെ ഒരു വികാരമാണ് ഗൈസ്, ഇമോഷനാണ്. കുഞ്ഞിലെ മുതലേ കാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ വരാം. മെൻ ആർ സിമ്പിൾ ഗൈസ്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ മെൻ ആർ സിമ്പിൾ. അപ്പോൾ ഇതാണ് ഗൈസ് അത്. പിന്നെ വരുന്നത് കിൻഡർ ജോയിലൂടെ ഒരിക്കൽ ഹോട്ട് വീൽസ് കിട്ടുമെന്ന് പറഞ്ഞ് ഇതുണ്ടായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ബട്ട് ഇതൊക്കെ നൈസാണ്. ഇതൊക്കെ മെറ്റലല്ല, ബട്ട് കാണാൻ നല്ല രസമാണ് ഗൈസ്. ഈ കാറൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം, സ്റ്റിക്കേഴ്സൊക്കെ സെപ്പറേറ്റ് ഒട്ടിക്കണം. ഇത് പിന്നെ ഇത് കിട്ടില്ല. റേസിംഗ് കാർ മോഡൽ. ഇത് നൈസാണ്. പിന്നെ ഒരെണ്ണം കൊണ്ടുണ്ട്, അത് ഞാൻ കീ ചെയിൻ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഇതാണ് ഗൈസ്. അപ്പോൾ ഹോട്ട് വീൽസിന് മുന്നേ ഉള്ള
കുറച്ച് കാസ്. ഇനിയെല്ലാം എൻ്റെ കയ്യിൽ ഹോട്ട് വീൽസേ ഉള്ളൂ. നമുക്കിനി ഹോട്ട് വീൽസിലോട്ട് കിടക്കാം. അങ്ങനെ ഞാനിവിടെ ഹോട്ട് വീൽസ് എല്ലാം അസംബിൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. ആദ്യം ഞാൻ ഇങ്ങനൊരു നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. അങ്ങനെ ഫൈനലി ഹോട്ട് വീൽസിലോട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. ഹോട്ട് വീൽസ് അങ്ങനെ ഹ്യൂജ് കളക്ഷൻ ആയിട്ടൊന്നുമില്ല ഗൈസ്. ഹോട്ട് വീൽസ് ആയാലും എന്തായാലും ഭയങ്കര വലിയ കളക്ഷൻ ഇല്ല. ബട്ട് ഉള്ളത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫ്യൂച്ചറിൽ അത് ഹ്യൂജ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇല്ലാത്ത എല്ലാ മോഡൽസും കളക്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഗൈസ്. അത് ആദ്യം ഇത് ബംബിൾ ബി. ഇത് ഭയങ്കര റെയർ സാധനമാണ്. ഇത് താഴ്ഭാഗമൊക്കെ കാണാൻ അടിപൊളിയാണ്, ബ്യൂട്ടിഫുള്ളാണ്. ഇത് ട്രാൻസ്ഫോമേഴ്സ് എഡിഷൻ ബംബിൾ ബി ആണ്. ഇത് നൈസാണ്. ഇത് ഞാനന്ന് എടുക്കാൻ പോയ സമയത്തെ ഇതിന് കുറേ ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ചോദിച്ചു ബ്രോ തരുമോ. ഇത് ലുലുവിലൊരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഹോട്ട് വീൽസിൻ്റെ തന്നെ കുറച്ച് ഒരാഴ്ച നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ പോലൊരു സംഭവം. അങ്ങനെ അപ്പോൾ പോയി കളക്ട് ചെയ്തതാണ് ഇതൊക്കെ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ അടുത്തത് വരുന്നത് ലോട്ടസ് കോട്ടീന, പഴയ ഒരു മോഡൽ. ഇത് ഭയങ്കര രസമാണ്. ലോട്ടസ് കോട്ടീന. ഇതിൻ്റെ എക്സോസ്റ്റ് ഇത് നൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും പറഞ്ഞാൽ ഇതിൻ്റെ എക്സോസ്റ്റ് കണ്ട് താഴെയാണ് വന്നിരിക്കുന്നത്, സൈഡിലാണ് വന്നിരിക്കുന്നത്. പൊതുവെ ബാക്കിലാണല്ലോ പറഞ്ഞത്. ഇതിൻ്റെ ലോട്ടസ് കോട്ടീൻ്റെ എക്സോസ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. നൈസ്. ഇത് എക്സോസ്റ്റാണ് ഞാൻ ഇമ്പ്രസ് ആയത്. അടുത്ത് വന്നത് നമ്മളൊരു പഴയ 68 ലോട്ടസ്. ഇത് ലോട്ടസ് തന്നെയാണ്. പഴയ ഒരു വിൻറ്റേജ് 68 എന്ന് പറയുമ്പോൾ മനസ്സിലാവും. 68 റേസിംഗ് കാർ മോഡലാണിത്. ഇത് ഇതിലൊരു ഗ്രീൻ കളർ ഉണ്ട്. എൻ്റെ ബ്രദറിനുണ്ട് ഒരു ഗ്രീൻ കളർ. ബട്ട് ഞാൻ എടുക്കാൻ പോയപ്പം റെഡാണ് കിട്ടിയത്. ഇത് ഒരു ഹോട്ട് വീൽസിൽ ഇങ്ങനത്തെ ഷേപ്പ് റെയറാണ്, കാണാനേ ഇല്ല. ഇത് നൈസാണ് ഗൈസ്. ഈ കാർ ബ്യൂട്ടിഫുള്ളാണ്. അടുത്ത നോക്കുകയാണെങ്കിൽ സിവിക് 90s ഒരു സിവിക്കാണിത്. ഇതിനൊരു ബ്ലൂ കളർ ഉണ്ട്, അതാണ് ഭംഗി. അത് എൻ്റെ ഫ്രണ്ടിലുണ്ട്. ഞാൻ എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഗ്രീന് കിട്ടിയുള്ളൂ. ബ്ലൂ കളർ കിട്ടുകയാണെങ്കിൽ ബ്ലൂ കളർ കൊടുക്കണം. ഇത് ഭയങ്കര ഭംഗിയാണ് ഗൈസ്. ഈ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഈ കാർ ഇറങ്ങിയിരുന്നെങ്കിൽ എന്തുമാത്രം ഡിമാൻഡായിരുന്നു. അല്ല, ഇവിടെ ലീഗലല്ലെന്ന് തോന്നുന്നു. ഈ കാർ പുറത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഷേപ്പ് എന്നൊക്കെ പറഞ്ഞ അപ്പാര ഷേപ്പ്. പിന്നെ ഇതെന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്. ഈ മോഡൽ നെയിമിൻ്റെ പേര് പർപ്പിൾ പാഷൻ എന്നാണ്. പർപ്പിൾ പാഷൻ. ഇതിൻ്റെ താഴത്തെ വെയിലുണ്ട് ഗൈസ്. ഇത് അതിനകത്താണ് നിൽക്കുന്നത്. നൈസാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാർ. ഇതിൻ്റെ കളർ തന്നെയാണ് പർപ്പിൾ കളർ. പിന്നെ ഫോക്സ് വാഗൻ്റെ പഴയ ഒരു വാനാണ് ഇത്. കസ്റ്റമാണ്. ഈ ടൈപ്പ് വാൻ കണ്ടിട്ടുണ്ടാവും. ഈ ടൈപ്പ് വാനുണ്ട് ഫോക്സ് വാഗന് ബൈ വിൻറ്റേജ്. പക്ഷേ ഇത് കസ്റ്റമാണ്. ഇത് ബാക്കൊക്കെ ഷേപ്പ് എയറോ ഡൈനാമിക് ആക്കി വെച്ചൊക്കെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ഫുള്ള് ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് ബാക്കൊക്കെ നൈസാണ്. അടുത്തത് നമ്മളിൽ വരുന്നത് ഒരു ഹ്യൂജ് ട്രക്കാണ് ഗൈസ്. വലിയ ട്രക്കാണ്. ഇതിൽ 5 അലാം എന്നാണ് എൻ്റെ മോഡൽ നെയിം. ഇത് റെസ്ക്യൂ ആണെന്തോ മറ്റല്ലേ, ഫയർ സ്റ്റേഷൻ്റെ. എനിക്ക് ട്രക്കിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഗൈസ്. അപ്പോൾ എനിക്കിത് ഹോട്ട് വീൽസിൽ തന്നെ കിട്ടിയതാണ്. ഈ ചേട്ടൻ ഞാനും കൂടെ വാങ്ങിയപ്പോൾ ചേട്ടൻ്റെ നിന്ന് ഞാൻ എടുത്തതാണ്. ട്രക്കിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ്. എനിക്ക് കാസ് മാത്രമാണ് കളക്ട് ചെയ്യാൻ താല്പര്യം. ബട്ട് എനിക്കിത് അറിയാതെ വന്നു. നമ്മുടെ ഫയർ എഞ്ചിൻ പോലെയൊക്കെ വലിയൊരു പുറത്തുള്ള ഏതോ ഹ്യൂജ് ട്രക്കാണ്. ഭയങ്കര നല്ല രസമാണ് കാണാൻ പറ്റും.
പിന്നെ വരുന്നത് ഒരു പഴയ മസിൽ കാർ, കിങ് ഖൂദ. ഇതിൻ്റെ ഹുഡൊക്കെ ഓപ്പൺ ആയിട്ട് എല്ലാം പുറത്താണ് ഇരിക്കുന്നത്. ഇത് നൈസാണ്. ഇത് ഞാൻ ലേറ്റസ്റ്റ് കളക്ട് ചെയ്ത ഹോട്ട് വീൽസിൽ വന്നതാണ് കിങ് ഖൂദ. പിന്നെ വരുന്നത് ലാൻഡ് റോവർ. ലാൻഡ് റോവറിൻ്റെ തന്നെയാണ് പഴയ ഡ്രിഫ്റ്റ് എൻ്റർ എന്നാണ് ഈ മോഡൽ നെയിം. ഇത് അവർ കസ്റ്റം ചെയ്ത് വെച്ചേക്കണേ. എനിക്ക് തോന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടെന്ന്. ബട്ട് ഇത് കസ്റ്റം ചെയ്ത് പോലീസ് എന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. പോലീസിന് വേണ്ടി കസ്റ്റം ചെയ്ത മോഡലാണ്. ഡ്രിഫ്റ്റ് എൻ്റർ എന്നാണ് എൻ്റെ പേര്, മോഡൽ നെയിം. നല്ല രസമാണ് പക്ഷെ കാണാൻ. പിന്നെ ഉള്ളത് ഒരു ഹോണ്ടയുടെ പഴയ ഒരു മോഡലാണ് ഗൈസ്. അവരുടെ സ്പോർട്സ് കാർ മോഡലാണ്. സ്പോർട്സ് കാറാണ് ഇത്, റിയൽ ആയിട്ടുണ്ട്. ഹോണ്ട S800 റേസിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. വിൻറ്റേജ് കാസിന് എന്താണെന്ന് പറഞ്ഞു ഭയങ്കര ഭംഗിയാണ്. ഓൾഡ് ഈസ് ഗോൾഡ്. പിന്നെ ഉള്ളത് ആൽഫ റോമിയോ. ഇതും ഒരു പഴയ മോഡലാണ്. ആൽഫ റോമിയോ ഗില്ലിയാറ്റി സൂപ്പർ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ. ഇതും ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ബ്ലൂ ആണ്, ചെറിയൊരു ബ്ലൂഷാണ്. അകത്തൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ആണ് കാണാൻ പറ്റുന്ന. അകത്തൊക്കെ സീറ്റൊക്കെ ഭയങ്കര ഗ്ലേസിങ് കാര്യങ്ങളൊക്കെയാണ്. വീലും എക്സോസ്റ്റ് ഭയങ്കര ഭംഗിയാണ്. ഗില്ലിയ. പിന്നെ വരുന്നത് 94 ടൊയോട്ട സുപ്ര. ഇത് ആക്ച്വലി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മോഡലാണ്. ബട്ട് അവരുടെ തന്നെ ആ മോഡലിൽ തന്നെ അവർ കുറച്ച് ഫാൻസി ആയിട്ട് ഷേപ്പ് മാറ്റി ചെയ്തിട്ടുണ്ട്. ബട്ട് ഭയങ്കര ക്യൂട്ടാണ് ഈ കാർ കാണാൻ. നല്ല രസമുണ്ട്. ഇതിൻ്റെ റിയൽ കാറുണ്ട്, ഭയങ്കര റെയറാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഹോട്ട് വീൽസിൻ്റെ ടൊയോട്ട സുപ്ര ഈ സെയിം മോഡൽ ഭയങ്കര റെയറാണ്, കിട്ടാനില്ല. ഇതും റെയറാണ്, നമുക്ക് വാങ്ങാൻ പോകുമ്പോൾ ലക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടും. ബട്ട് ഇത് ഭയങ്കര ക്യൂട്ടാണ് ഈ വണ്ടി, ടൊയോട്ട സുപ്ര. ഇനി ഇതേ ഷേപ്പിൽ ഒരെണ്ണം കൂടെ ഉണ്ട്, ഡോഡ്ജ് ചാലഞ്ചർ. നമ്മുടെ വിൻ ഡീസലിൻ്റെ ഇരിക്കുന്ന കാർ, പഴയതാ. ഇത് ഈ ഷേപ്പിൽ ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ഇതിൽ ഹോട്ട് വീൽസിൻ്റെ തന്നെ ഒരുപാട് ഈ ഷേപ്പിൽ തന്നെ വരുന്ന ഒരുപാട് കാർസ് ഉണ്ട്. ഇപ്പം ഡോഡ്ജ് ചാലഞ്ചറും സുപ്രയും മാത്രമേ എനിക്ക് ഈ രണ്ട് ഷേപ്പിലുള്ളൂ. പിന്നെ നമ്മൾ വരുന്നത് മാസ്ഡ RX-7. ഈ കാർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ ബാക്ക് കാണണം. മാക്സിമം ഒരു ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, ബട്ട് ബാക്കൊക്കെ നല്ല രസമാണ്. ഇതിൻ്റെ റിയൽ കാർ കാണാൻ നല്ല രസമാണ്, ഭംഗിയാണ്. മാസ്ഡ RX-7. പിന്നെ വരുന്നത് നമ്മുടെ റിവെഞ്ചർ ST എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതൊരു മസിൽ കാറാണ്. ഇതും ഭയങ്കര ഷേപ്പാണ്. ഇത് ഫ്രണ്ടൊക്കെ ഉണ്ടാവും. പിന്നെ വരുന്നത് ഗോർഡൻ മുറെ ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നൈസാണ്. ഇതിൻ്റെ താഴെ ഭയങ്കര ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഇതൊക്കെ കണ്ട എങ്ങനെയാണ് ഗൈസ് വാങ്ങാതിരിക്കുന്നത്. പിന്നെ വരുന്നത് 67 ഷെവി. ഇംഗ്ലീഷ് മൂവീസിൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മോഡൽ. ഇവിടെ ഒന്നും പിന്നെ കാണാൻ പറ്റില്ലല്ലോ. ഇത് ഭയങ്കര ഭംഗിയാണ്. ഞാൻ ഷെവിയുടെ തന്നെ ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൽഫ റോമിയോ again, ആൽഫ റോമിയോ GTV6.
വെറൈറ്റി ഷേപ്പ്. പിന്നെ ഒരു എന്താ പറയുക, ആധുനിക കാലത്തോടുന്ന ഒരു വണ്ടി പോലെ മോഡൽ നെയിം സി സിംഗർ എന്തോമാണ് ഇതിൻ്റെ പേര്, സിംഗർ അങ്ങനെ എന്തോണ് ഇതിൻ്റെ മോഡൽ നെയിം. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വണ്ടി പോലെ ഇരിക്കും. ഇനി ഒരു ഫാൻസി മോഡലുണ്ട്, മെയിൽഡിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഹോട്ട് വീൽസിൻ്റെ തന്നെയാണ്, പക്ഷെ ഇതിനെ ഇവർ ചെയ്തേക്കുന്നതൊക്കെ അടിപൊളിയാണ്. ഈ വണ്ടി ചെയ്തേക്കുന്നത് ഹുഡിൻ്റെ വെളിയിൽ കൂടെയൊക്കെ ഇതിൻ്റെ എൻജിൻ ബോർഡ്സ് ഒക്കെ എടുത്ത് ബാക്കൊക്കെ കാണണം. ബാക്കൊക്കെ ചെയ്യാൻ തന്നെ മാക്സിമം ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൽഡിറ്റ്. ഇതിനൊരു ബ്ലൂ കളറും കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു വാനാണ്. ഇത് നൈസ് വാനാണ്. ഈ കീ സ്വാപ്പ് എന്നാണ് ഇതിൻ്റെ പേര്, കീ സ്വാപ്പ്. ഇതിൻ്റെ ബാക്കും അടിപൊളിയാണ്. എക്സസ്റ്റ് വന്നിരിക്കുന്നുണ്ട്. നൈസാണ്. പിന്നെ 87 ഓഡി ക്വാറൻറ്റോ. ഇതിനും ഞാൻ എടുക്കാൻ പോയ സമയത്ത് ഇതിനും അവിടെ അടിയായിരുന്നു. ബ്രോ ദൂരണം തരൂ ബ്രോ, എനിക്ക് കിട്ടിയില്ല ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഇതിനും ഭയങ്കര ഫാൻ ബേസാണ്. സത്യം പറഞ്ഞാൽ കിട്ടാനില്ല, അതാണ് കാര്യം. ഓഡി ക്വാറൻറ്റോ നൈസ് കളറാണ് ബേസ്. വട ഷേപ്പ്. പിന്നെ മാച്ച് ബോക്സിൻ്റെ ഒരു വാൻ ഉണ്ട്. മാച്ച് ബോക്സിൻ്റെ കുറച്ചേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ ഉള്ളൊരു വാനാണ്. ഇതും ഭയങ്കര ഭംഗിയാണ്. അതിന് കുറച്ച് ഗ്രാഫിക്സേ ഉണ്ടായിരുന്നു, പക്ഷെ ഇളകിപ്പോയത്. ഇത് ഞാൻ അവസാനം കാണിക്കാം. ഇത് കുറച്ച് ഭയങ്കര ഭംഗിയാണ് വണ്ടി കാണാൻ. ഇനി വരുന്ന നമ്മൾ ഇതും അവസാനം കാണിക്കാം. ഷെവിയുടെ പണ്ടത്തെ ഒരു മോഡലാണ് ഇത്. ഇതിന് നല്ല ഇത് ഭയങ്കര വിൻറ്റേജ് ആണ്. ഈ കാറും കാറ് മാത്രമല്ല, ഈ ഹോട്ട് വീലും എൻ്റെ കയ്യിരിക്കുന്ന ഹോട്ട് വീലും ഭയങ്കര വിൻറ്റേജ് ആണ്. കുറേ വർഷത്തെ പഴക്കമുണ്ട്. കാരണം കുറേ നാളെൻ്റെ കസിൻ്റെ വീട്ടിൽ കുറേ നാൾ കിടന്നതാണ് ഈ വണ്ടി. ഞാൻ കുറേ നാൾ ചോദിച്ചിട്ടാണ് അവൻ തന്നത്, ഞാൻ എൻ്റെ കളക്ഷനിൽ വയ്ക്കാൻ എടുത്തോട്ടാന്ന് ചോദിച്ചു. ഇപ്പോഴും അവൻ ചെറുതായിട്ട് തുടങ്ങിയ കളക്ഷൻ, അന്ന് ഇല്ല. ഇപ്പോഴും എൻ്റെ ചോദിക്കും, ഞാൻ കൊടുക്കില്ല. ഇത് നല്ല ഏജ് ഉണ്ട് ഗൈസ് ഈ കാറിന്. ഇത് കാണുമ്പോൾ തന്നെ അകത്ത് ഫുള്ള് പ്ലാൻഡ് ആയിട്ട് നല്ല ഗ്ലേസിങ് ആണ് ഫുള്ള്, പക്ഷെ കളറൊക്കെ പോയി. നല്ല പ്രായമുണ്ട് ഈ കാറിന്, പക്ഷെ ഭംഗിന്നൊക്കെ ഇവിടെ ഷേപ്പ്. ഇതിനും വീല് അടിഭാഗത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്, ഫുള്ളായിട്ട് വിസിബിളായിട്ട് പുറത്ത് കാണാൻ പറ്റില്ല. മോഡൽ അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോഴാണ് കാസ് അല്ലാതെ കുറച്ച് ഇതും കൂടെ ഒരു പിക്കപ്പ്, ഒരു ചെറിയൊരു ട്രക്കും കൂടെ കിട്ടിയത്. അത് ഇതിൻ്റെ ഇടയിൽ മിക്സഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതൊരു ഫോക്സ്വാഗൻ്റെ പഴയൊരു പിക്കപ്പാണ്. നൈസാണ് കാണാൻ. അടുത്തത് ഒരു ട്രക്കാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ല, അലാം 5 പോലത്തെ ഒരു അതിൻ്റെ അതേപോലെ ഇരിക്കുന്ന വേറൊരു ട്രക്ക്. ബട്ട് ഇത് ഹോട്ട് വീൽസ് അല്ല, ഇത് വേറെയാണ്. ഇത് ഹോട്ട് വീൽസ് അല്ല, വേറൊരു ടൈപ്പ്. പക്ഷെ അതേ സ്കെയിലേ ഉള്ളൂ, കാണാൻ ഭംഗിയുണ്ട്. പിന്നെ ഓസ്റ്റൺ മാർട്ടിൻ. ഇത് പഴയതാണ് ഗൈസ്. ഞാനിത് ഹോട്ട് വീൽസ് ആയിട്ട് വാങ്ങിയതല്ല, എനിക്ക് കിട്ടിയതാണ്. എനിക്ക് കിട്ടിയപ്പോൾ ഇത് പെയിൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഓസ്റ്റൺ മാർട്ടിൻ്റെ എന്താ പറയുക, പഴയ V8 ആണിത്, വിൻറ്റേജ് V8 ആണിത്. ഇത് കിട്ടിയപ്പോൾ കളറൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇത് പെയിൻറ് ചെയ്തതാണ്. ഇത് എന്താ പറയുക, ഒരു
ഒരു ബ്ലൂയിഷ് കളറാണ് ഞാൻ പെയിൻറ്റ് ചെയ്തത്. പക്ഷേ ബ്ലാക്കും അല്ല ബ്ലൂ അല്ലാത്തൊരു കളറാണ് ഞാൻ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. അതിനൊന്ന് ഫ്രണ്ട് റീപെയിൻറ്റ് ചെയ്തുകൊണ്ട് ഡീറ്റെയിലിംഗ് ഒന്നും അധികം കാണില്ല. ഓസ്റ്റമാർട്ടിനാണ് കഴിച്ചത്. പക്ഷേ കളക്ഷനിൽ ഓസ്റ്റമാർട്ടിൽ ഇല്ലാത്തതുകൊണ്ട് കിട്ടിയപ്പോൾ തന്നെ പെയിൻറ്റ് അടിച്ച് സെറ്റ് ചെയ്തെടുത്തു. ഭ്രാന്തിച്ചിരി കൂടണുണ്ട് എന്നല്ലേ തോന്നണം, എനിക്കും തോന്നുന്നുണ്ട്. പിന്നെ ഹാക്കോ ടൈപ്പ് ഡി എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് എന്തോ ഭയങ്കര സ്പെഷ്യലാണ്. ഈ വണ്ടി കാണാൻ ഭയങ്കര ഷേപ്പാണ്. ബ്യൂട്ടിഫുൾ. അല്ലാതെ ഒന്നും പറയില്ല ഇതിന്. ഹാക്കോ ടൈപ്പ് ഡി അങ്ങനെ ഞാൻ അവസാനത്തേക്ക് മാറ്റി വെച്ചിരുന്ന 2 കാർ 62 കോർവെറ്റ് ഗ്യാസർ എന്ന് പറഞ്ഞൊരു മോഡൽ. ഇത് എസ്പെഷ്യലി ഞാൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഈ കാർ എങ്ങനെയാണെന്ന്. ബ്യൂട്ടിഫുൾ. ഒരിക്കൽ ഞാനിത് വാങ്ങാൻ പോയിട്ട് അവർ ചില ഷോപ്പിൽ ഹോട്ട് വീൽസ് വാങ്ങാൻ പോകുമ്പം അവർ ഒന്ന് മെയിൻ ലൈനും പിന്നെ ഒരു ഫാൻസി ആയിട്ട് ഒരുമിച്ച് വെച്ചേക്കും. എന്ന് വെച്ചാൽ മെയിൻ ലൈന് ഒരു ഫാൻസി കൊണ്ട് എടുത്താൽ മാത്രമേ മെയിൻ ലൈൻ എടുക്കാൻ പറ്റൂ. അത് ഭയങ്കര ഉടായ്പാണ് അവർ കാണിക്കുന്നത്. പക്ഷേ അവരുടെ സെയിലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഗുഡാണ്. ചിലർ മെയിൻ ലൈൻ മാത്രമേ എടുക്കുകയുള്ളൂ. അല്ലാത്തൊരു ഫാൻസി ഈ കളക്ട് ചെയ്യണവർ ഫാൻസി ഒന്നും എടുക്കാറ് പോലും ഇല്ല, തൊടാറ് പോലും ഇല്ല. ഫാൻസിയെ കണ്ടാൽ ഛർദ്ദിക്കാൻ വേണ്ടി ചിലത്, അത്രയ്ക്ക് ബാഡാണ്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ടൈം പോയപ്പോൾ കിട്ടിയില്ല. ബട്ട് സെക്കൻഡ് ടൈം പോയപ്പം എനിക്ക് കിട്ടി. ഞാൻ അപ്പം തന്നെ തൂക്കിയത്. പിന്നെ വരുന്നത് 73 ഹോണ്ട സിവിക് കസ്റ്റം. ബ്യൂട്ടിഫുൾ. ഇത് രണ്ടും ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ സ്പോയിലറൊക്കെ ട്രാൻസ്പാരൻറ്റ് സ്പോയിലറാണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് എന്താ പറയുക, ഭയങ്കര ഭംഗി. ബ്യൂട്ടിഫുള്ളാണ് ഗൈസ് ഇത് രണ്ടും. ഇത് എത്രയാണ് ഭംഗി. ഇതിൻ്റെ വീല് കണ്ടോ, ബാക്ക് വീല് വന്നിട്ട് ഹ്യൂജും ഫ്രണ്ട് വീല് വന്നിട്ട് ചെറുതും. പക്ഷെ ഹൈറ്റിൽ അത് ഡിഫറൻസ് കാണിക്കുന്നു. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഹൈറ്റ് ഉണ്ട്, ബട്ട് ബാക്കിൽ നിന്ന് അതിൽ സെയിം രീതിയിൽ അത് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. കോർവെറ്റ് ഗ്യാസർ എന്നാണ് ഈ മോഡലിൻ്റെ പേര്. സിവിക്. അപ്പോൾ ഗൈസ് എൻ്റെ കുഞ്ഞ് കാർ കളക്ഷൻ ഇത്രയേ ഉള്ളൂ. ഞാൻ കാർ കളക്ഷൻ കാണിച്ച സ്ഥിതിക്ക് ഇപ്പോൾ എൻ്റെ ടേബിളിൽ ഇപ്പോൾ 3 ആക്ഷൻ ഫിഗർ ഇരിപ്പുണ്ട്. അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചപ്പം ഇപ്പം എൻ്റെ കൂടെ മാറ്റർ അല്ല, ബട്ട് അവർക്ക് വിഷമം വരണ്ട, അവരും കൂടെ കാണിച്ചേക്കാം. ഞാനൊരു അനിമെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഗൈസ്, അത് നെറൂട്ടോ ആണ്. നെറൂട്ടോയുടെ ഒരെണ്ണം, നെറൂട്ടോ തന്നെയാണ് 2 ആക്ഷൻ ഫിഗേഴ്സും. പിന്നെ എൻ്റെ സ്പൈഡർമാൻ. ഞാനൊരു ഹ്യൂജ് സ്പൈഡർമാൻ ഫാനാണ് ഗൈസ്. അപ്പോൾ സ്പൈഡർമാൻ ഇല്ലാതെ എനിക്ക് ഒന്നുമില്ല. അപ്പം സ്പൈഡർമാനും 2 നെറൂട്ടോസും. ഒരു നെറൂട്ടോ തന്നെ 2 ഭാവങ്ങളിലായി ഇരിക്കുന്നു മാത്രം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഇതെൻ്റെ ബ്രദേഴ്സ് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതൊരു ബ്രദർ ഗിഫ്റ്റ് ചെയ്ത, ഇതൊരു ബ്രദർ ഗിഫ്റ്റ് ചെയ്ത, ഇതെൻ്റെ ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. ആക്ഷൻ ഫിഗേഴ്സ് അങ്ങനെ കളക്ട് ചെയ്യണമെന്ന് എനിക്കില്ല. ഒരു നറൂട്ടോ വാങ്ങണമെന്നുണ്ടായിരുന്നു, അത് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, എനിക്ക് ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ ഞാൻ ഈ കാർസ് എല്ലാം ക്ലീൻ ചെയ്യട്ടെ ഗൈസ്. അത് ഞാനൊരു ടൈം ലാപ്സിൽ കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുത്തോണ്ട് വന്നപ്പോൾ ഒരാൾ ഹായ് പറയണോ? ഹായ്. അറിവില്ല, ഇത് അപ്ലോഡ് ചെയ്ത ആൾക്കാർ വീഡിയോ എടുക്കാൻ സമയമില്ല, ടൈം ലാപ്സ് എടുക്കാൻ സമയമില്ല. ഇവിടെ വന്ന് ഫൺ അടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ പോകോ, ഏറല മിക്കവാറും ഏറല. ശരി ടാറ്റാ, പോകോ, പോട്ടോ. ഞാൻ ടൈം ലാപ്സ് എടുക്കുന്നുണ്ട്. ഫണ്ട് ഒരേ ഫണ്ട്. ഓഹോ, ഞാൻ ഇനി ടൈം ലാപ്സ് എടുക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്.
സ്ഥലമില്ലാത്തന്നെ ഞാൻ മേളിലൊക്കെ പറക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ വയ്ക്കണ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിലെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ സ്ഥിരം വയ്ക്കണ ഫോർമേഷനിൽ തന്നെ വെച്ചിട്ടുണ്ട്, അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മളെ കാസ് എല്ലാം ക്ലീൻ ചെയ്തുമ്പോൾ സെറ്റാണ്, അവരോട് സെറ്റായി. അപ്പോൾ ഗൈസ് ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ടൈം ലാപ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് താമസിച്ചാണ് ഞാൻ ടൈം ലാപ്സ് എടുത്തത്. കാരണം അമ്മ അനിയത്തി ഇവിടെ വന്നിരുന്ന് ഫണ്ണോട് ഫണ്ണായിരുന്നു. ഫൺ മീൻസ് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചാൽ കിട്ടുക, ഇങ്ങനെ ഫണ്ണിച്ചുകൊണ്ടേ ചിരിച്ചെണ്ണി. കുറച്ച് താമസിച്ചാണ് ഞാൻ ടൈം ലാപ്സ് ചെയ്തത്. അപ്പോൾ ഗൈസ് ഇനി ഏകദേശം ഇപ്പോൾ 90 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആയി. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാൽ 100 ആവും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ 100 ആക്കൂ ഗൈസ്, പെട്ടെന്നാക്കൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ കുറച്ച് ദിവസമായി വ്ളോഗ് ഇട്ടിട്ട്, കാരണം ഒന്നും കിട്ടുന്നില്ല, അതാണ് വ്ളോഗ് ഇടാത്തത്. അപ്പോൾ ഗൈസ് അടുത്തൊരു കുഞ്ഞു വ്ളോഗ് ആയിട്ട് കാണാം. അതുവരേക്കും ഹസ്തല വിസ്ത ബൈ.